ഉച്ചയ്ക്കൊരു അവിയൽ വെക്കുന്നതിന് വേണ്ടി പച്ചക്കറിക്കൊട്ട പരതിയപ്പോൾ വളരെ കുറച്ച് മാത്രം പച്ചക്കറിയേ ഉള്ളൂ. അങ്ങനെ കൂടുതൽ പച്ചക്കറിയൊന്നും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാൻ എനിക്ക് കാശില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ പറമ്പിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാമെന്ന് കരുതി. പുറത്താണെങ്കിലോ ശക്തമായിട്ടല്ലെങ്കിലും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. മഴക്കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ചേമ്പ് നട്ടിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ചേമ്പിൻ്റെ തണ്ട് അവിയലിലിട്ട് എനിക്കത്ര ശീലമൊന്നുമില്ല. പക്ഷേ ഇന്ന് പച്ചക്കറിയുടെ ദൗർലഭ്യം കണക്കിലെടുത്ത് ചേമ്പും താളിനെയും അവിയൽ ചേർക്കാൻ ഞാൻ തീരുമാനിച്ചു. പാകമായ ചേമ്പുംതാളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചേമ്പുംതാൾ കറികളുടെ പ്രളയമാണ്. താള് തോരൻ, ഉണക്കമീനുമായിട്ട് താള് പറ്റിക്കൽ, ഇതൊക്കെയാണ് എൻ്റെ രീതികൾ. ചേമ്പുംതാളിൻ്റെ ഗുണവും രുചിയും കാരണം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ആരും ഇഷ്ടപ്പെട്ടു പോകും. അടുത്തതിനി എന്തെന്ന ചിന്ത വന്നപ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ഓമയ്ക്കയിലേക്ക് കണ്ണ് നീണ്ടത്. എന്നാൽ പിന്നെ ഓമയ്ക്കയും കൂടി പറിച്ചേക്കാമെന്ന് കരുതി. ഞങ്ങളുടെ സ്ഥലത്ത് മണ്ണിനേക്കാൾ കൂടുതൽ പാറയാണ് കൈയടക്കിയിരിക്കുന്നത്. വഴുക്കല് പിടിച്ച പാറയിൽ കൂടെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് നടന്നു പോയത്. തൊട്ടടുത്ത് തന്നെ ഒരു തോട്ടി സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തോട്ടിയെടുത്ത് ഓമയ്ക്കയെ കുത്തി നോവിച്ചപ്പോഴൊക്കെ ഇടയ്ക്ക് 1-2 തവണ വഴുക്കല് പിടിച്ച പാറയിൽ ഞാൻ തെന്നി വീഴുകയുണ്ടായി. ആ വീഴ്ചയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താത്തത് എന്നെ ആരെങ്കിലും കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ആരെങ്കിലും ഓമയ്ക്കയൊക്കെ അവിയലിടുമെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. പക്ഷേ ഞാൻ ഇന്ന് കാണുന്നതെന്തും അവിയലിലിടും. കാരണം എനിക്ക് അവിയലിൽ നിന്ന് ചേർക്കാൻ പച്ചക്കറി വളരെ കുറവാണ് ഉള്ളത്. എനിക്ക് ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന പച്ചക്കറിയേക്കാൾ ഇങ്ങനെ പറമ്പിൽ നിന്ന് ശേഖരിക്കുന്ന വളരെ ശുദ്ധമായ പച്ചക്കറികളോടാണ് എനിക്ക് താല്പര്യം. എന്നെപ്പോലെ തന്നെ എൻ്റെ തോട്ടിക്ക് നീളമില്ലാത്തത് കൊണ്ട് കുറേ അധികം പാടുപെട്ടിട്ടാണ് ഒരു ഓമയ്ക്ക കുത്തിയിടാൻ സാധിച്ചത്. കണ്ണിലേക്ക് വീഴുന്ന മഴത്തുള്ളിയെ ഗൗനിക്കാതെ മുകളിലേക്ക് നോക്കി ഓമയ്ക്ക കുത്തിയിട്ടതിൻ്റെ തെല്ലൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. ഓമയ്ക്ക കയ്യിലെടുത്ത് വെട്ടി മാറ്റി വെച്ചിരുന്ന ചേമ്പുംതാളുമായി എത്രയും വേഗം അവിയലുണ്ടാക്കാനുള്ള ധൃതിയിൽ ഞാൻ കയറിപ്പോന്നു. ഇനി ഈ കോട്ടൊക്കെ മാറ്റി കൈയും കാലും ഒക്കെ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുവാനായിട്ട്. കൂടെ താളും ഓമയ്ക്കായും ഒക്കെ വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തു. താളും ഓമയ്ക്കായും എല്ലാം കൂടെ മറ്റുള്ള പച്ചക്കറികളുടെ കൂട്ടത്തിൽ കൊണ്ടുവച്ചു. ഇനി ഇതിൻ്റെ എല്ലാം തൊലി ചെത്തി അരിഞ്ഞെടുക്കണം. ഉള്ളതെല്ലാം കഴുകി അരിഞ്ഞു വന്നപ്പോഴേക്കും ഒരു ചെറിയ കുക്കർ നിറയുള്ള അവിയൽ കഷ്ണങ്ങളായി. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അടുപ്പിലേക്ക് വെച്ചു. അരപ്പിനായി 1.5 മുറി തേങ്ങയോളം ഞാൻ എടുത്തു. കുറച്ച് ജീരകവും 1 അല്ലി മാത്രം വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അവിയൽ കഷ്ണങ്ങൾ ഏതാണ്ട് പാതിമുക്കാലും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെന്ത് വന്നപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ ക്വാണ്ടിറ്റി ഒത്തിരി കുറഞ്ഞതുപോലെ തോന്നുന്നു കേട്ടോ. തരിതരിപ്പായിട്ട് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ പാത്രം കഴുകിയ വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോഴേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ.